നമസ്കാരം, ഏവർക്കും ചാലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ചലന സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിന്റെ മൂന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ ആദ്യ ഭാഗത്തിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ അഥവാ ചലന സമവാക്യങ്ങൾ നമ്മൾ രൂപീകരിച്ചു. രണ്ടാമത്തെ ഭാഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമ്മൾ ചർച്ച ചെയ്തു. ഇനിയും കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഈ ഭാഗത്തിൽ കാണുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധാപൂർവം ഈ ഭാഗം കേട്ടിരിക്കുക. നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്ത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യണം. മാറിയ പരീക്ഷാ രീതികൾക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് തീർത്തും ഉപകാരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പരീക്ഷാ ഹാളിൽ എത്ര കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നാലും അതെല്ലാം നമുക്ക് പുഷ്പം പോലെ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തി അത് മാർക്കിലേക്ക് വീഴിച്ച് അത് ജോലിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളെല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി തന്നെ പഠിക്കുക. ഈ ഒരു പരീക്ഷയോടുകൂടി എൻ്റെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങൾ പഠിക്കുക. എല്ലാവരും പഠിച്ച് മുന്നേറുക. എല്ലാവർക്കും ചലന സമവാക്യങ്ങളുടെ മൂന്നാം ഭാഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാർ സമത്വരണത്തോടെ സഞ്ചരിക്കുന്നു. ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ദൂരം എത്തിയെങ്കിൽ കാറിന്റെ ത്വരണം കണക്കാക്കുക. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ ഒരു കാറ് നിശ്ചലാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുക. ഈ കാറ് സമത്വരണത്തോടെ കൂടെ, അതായത് യൂണിഫോം ആക്സിലറേഷനോട് കൂടിയാണ് സഞ്ചരിക്കുന്നത്. സമത്വരണത്തോടുകൂടി സഞ്ചരിക്കുന്ന ഒരു കാറാണ് എന്ന് മനസ്സിലാക്കുക. ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ദൂരം എത്തിയെങ്കിൽ കാറിന്റെ ത്വരണം കാണുക. അപ്പൊ ചലനം ആരംഭിച്ച് വെറും 5 സെക്കൻഡിൽ ഇത് 100 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ കാറിന്റെ ത്വരണം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് സമയം തന്നിട്ടുണ്ട്. ടൈം ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. അതേപോലെ സഞ്ചരിച്ച ദൂരം സമം 100 മീറ്റർ. നിശ്ചലാവസ്ഥയിൽ നിന്നാണ് കാർ സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് u ഈസ് ഈക്വൽ ടു 0. കാറിന്റെ ത്വരണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന ആദ്യത്തെ ഇക്വേഷനുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ. v ഈസ് ഈക്വൽ ടു u പ്ലസ് at. u 0 ആണ്. അതേപോലെ a നമുക്ക് അറിയില്ല. t എത്രയാണ്? ടൈം 5 സെക്കൻഡ് ആണ്. ടൈം എന്നത് 5 ആണ്. അപ്പോൾ ത്വരണം കണ്ടെത്തണം. പക്ഷെ നമുക്ക് എന്തറിയില്ല? ഫൈനൽ വെലോസിറ്റി അറിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാറിന്റെ ത്വരണമാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഇക്വേഷനുമായിട്ട് നമുക്ക് നോക്കാം. s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഇവിടെ നമുക്ക് സഞ്ചരിച്ച ദൂരം 100 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഈ എസിന്റെ വാല്യൂ അറിയാം. u 0 ആയതുകൊണ്ട് ut 0 ആയിരിക്കും. ടിയുടെ വാല്യൂ 5 ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്നും എന്ത് കണ്ടെത്താം? a കണ്ടെത്താം. അപ്പോൾ എസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 100 സമം ഹാഫ് ഇൻറ്റു a ഇൻറ്റു ടി സ്ക്വയർ. ടി എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ a എന്താണ്? a സമം 100 ഇൻറ്റു 2 ഹരിക്കണം 25. 100ഉം 25ഉം വെട്ടുമ്പോൾ 4 ഇൻറ്റു 2 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തിൻ്റെ വാല്യൂ? ആക്സിലറേഷന്റെ വാല്യൂ ആയിട്ട് നമുക്ക് വരുന്നത്. നോക്കാം. u ഈസ് ഈക്വൽ ടു 0. ടൈം 5 സെക്കൻഡ്. എസ് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന സമവാക്യം ഉപയോഗിക്കുക. എസ് 100 ആണ് എന്ന് തന്നിട്ടുണ്ട്. u 0 ആണ്. അപ്പൊ 0 ഇൻറ്റു 5 0 ആണ്. മിച്ചം എവിടെയുള്ളത്? ഹാഫ് at സ്ക്വയർ ആണ്. അത് അതേപോലെ തന്നെ എഴുതുന്നു. ഇതിൽ നിന്നും എയുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നടന്നില്ല. അതിനുശേഷമാണ് നമ്മൾ എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന സമവാക്യത്തിലേക്ക് പോയത്. അപ്പൊ നമുക്ക് ആക്സിലറേഷന്റെ വാല്യൂ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടുകയുണ്ടായി. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എക്സാമിന് വന്നാൽ ഉറപ്പായിട്ടും സ്കോർ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിക്കുന്ന ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടെ സഞ്ചരിക്കുന്നുവെങ്കിൽ
3 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വസ്തുവിന്റെ പ്രവേഗം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ വസ്തു നിശ്ചലാവസ്ഥയിലാണ്, അതായത് u = 0 അതിന്റെ ത്വരണം എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 3 സെക്കൻഡ് കഴിയുമ്പോൾ വസ്തുവിന്റെ പ്രവേഗമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, v = u + at എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. നിശ്ചലാവസ്ഥയായതുകൊണ്ട് u 0 ആക്സിലറേഷൻ എന്ന് പറയുന്നത് 5 ആണ്. 3 സെക്കൻഡ് കഴിയുമ്പോഴുള്ള പ്രവേഗമാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. u 0 ആക്സിലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ടൈം 3 സെക്കൻഡ് ആണ്. v = u + at എന്ന സമവാക്യം ഉപയോഗിച്ചാൽ മതി. നിശ്ചലാവസ്ഥയിൽ എന്ന് പറഞ്ഞത് കൊണ്ട് യുവിന്റെ വാല്യൂ 0 ആക്സിലറേഷൻ 5 ആണ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ടൈം 3 ആണ്. അപ്പോൾ വെലോസിറ്റി = 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഉത്തരമായി ലഭിക്കും. സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ പാഠഭാഗത്തിന്റെ വിലയിരുത്താം ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഗ്രാഫ് പരിശോധിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് എക്സ് ആക്സിസ് ആണ്, സമയമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വൈ ആക്സിസ് ആണ്, പ്രവേഗം മീറ്റർ പെർ സെക്കൻഡിലാണ് കൊടുത്തിരിക്കുന്നത്, സമയം സെക്കൻഡിലുമാണ്. ഇതിന്റെ ഒറിജിൻ ആണ്. അപ്പൊ ആദ്യത്തേത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എയിലെത്തി, പിന്നെ എയിൽ നിന്ന് ബിയിലേക്ക് ഇത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വസ്തുവിന്റെ ചലനം സമചലനമോ അതോ അസമ ചലനമോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം അസമചലനം എന്നുള്ളതാണ്. കാരണം ആദ്യം ഓയിൽ നിന്ന് എ വരെ പോയി, പിന്നെ എന്ത് ചെയ്തു? വെലോസിറ്റി കുറയുവാണ് ചെയ്തത്, കൂടി പിന്നെ കുറഞ്ഞു. അപ്പൊ അത് നോൺ യൂണിഫോം മോഷൻ ആണ്, അതൊരു യൂണിഫോം മോഷൻ അല്ല. കാരണം കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു ട്രെൻഡാണ് അത് കാണിക്കുന്നത്. വസ്തുവിന് O മുതൽ A വരെ സമത്വരണമാണോ? ഈ O മുതൽ A വരെ സമത്വരണമാണോ? A മുതൽ B വരെ എന്താണ്, അവിടെ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം O മുതൽ A വരെ നമുക്ക് സമത്വരണമാണ്, അതായത് യൂണിഫോം വെലോസിറ്റി ആണ്. അതായത് ഒരു യൂണിഫോം വെലോസിറ്റി ആയിട്ടുള്ള യൂണിഫോം ആക്സിലറേഷൻ ആണ്, സമത്വരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്സിലറേഷൻ എന്താണ്? യൂണിഫോം ആണ്. കാരണം ഇത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ ആക്സിലറേഷൻ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെ ഒരു ലൈനായി വരുവാണെങ്കിൽ അത് യൂണിഫോം ആണ്, സമത്വരണമാണ്. എന്നാൽ എ മുതൽ ബി വരെയോ സമത്വരണമല്ല, സമമന്ദീകരണമാണ്. സമമന്ദീകരണം, കാരണം ആക്സിലറേഷൻ കുറയുവാണ്, താഴോട്ടേക്കാണ് പോകുന്നത് അല്ലെ, നെഗറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ O മുതൽ A വരെയുള്ള ആക്സിലറേഷൻ എത്രയാ? ഫൈനൽ വെലോസിറ്റി മൈനസ്, അതായത് 2 മൈനസ് 0 ഹരിക്കണം എത്രയാണ്? സമയം 4 അല്ലെ. അപ്പോൾ 2/4 സമം 1/2 സമം 0.5 ആണ് O മുതൽ A വരെയുള്ള നമ്മളുടെ ത്വരണം എന്ന് പറയുന്നത്, സമത്വരണം എന്ന് പറയുന്നത്. സമം 0.5. അതാണ് ഇവിടെ 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടുന്നത്. ഇനിയോ എ മുതൽ ബി വരെ ആണെങ്കിലോ ഫൈനൽ വെലോസിറ്റി എത്രയാ? 0 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി 2 ഹരിക്കണം ടൈം എത്രയാണ്? 6 മൈനസ് 4. 6 മൈനസ് 4 സമം -2 ഹരിക്കണം 2 സമം -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന സമമന്ദീകരണമാണ്. അപ്പൊ മന്ദീകരണം എന്ന് പറഞ്ഞത് കൊണ്ട് മൈനസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. -1 ആണ് അവിടുത്തെ ആക്സിലറേഷൻ. മന്ദീകരണം എന്നുള്ളപ്പോൾ തന്നെ നമുക്കത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാവും. അതിന്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ഗ്രാഫ് തന്നിട്ട് സമചലനമാണോ അസമചലനമാണോ എന്ന് ചോദിക്കുന്നു. എ മുതൽ O വരെ സമത്വരണമാണോ? സമത്വരണമാണ്. എ മുതൽ ബി വരെയോ സമമന്ദീകരണമാണ്. യൂണിഫോം ആക്സിലറേഷൻ, യൂണിഫോം റിട്ടാർഡേഷൻ ആണ് അവിടെയുള്ളത്. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ടാണ് നമ്മളിവ യൂണിഫോം ആണ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗ്രാഫ് പരിശോധിച്ച് പട്ടിക പൂർത്തിയാക്കുക. ഇതാണ് ഗ്രാഫിന്റെ എക്സ് ആക്സിസ്, സമയമാണ് തന്നിരിക്കുന്നത്.
വൈ ആക്സിസിൽ പ്രവേഗം വെലോസിറ്റി ആണ് തന്നിരിക്കുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ബി എന്ന പോയിന്റിൽ എത്തുന്നു, ബിയിൽ നിന്ന് സിയിൽ എത്തുന്നു, സിയിൽ നിന്ന് ഡിയിൽ എത്തുന്നു. ഓക്കെ, ആദ്യം വെലോസിറ്റി 3ലേക്ക് കുതിക്കുന്നു, പിന്നെ കുറച്ച് സമയം സ്റ്റഡി ആയി നിൽക്കുന്നു, പിന്നെ വെലോസിറ്റി അവസാനം 0ലേക്ക് എത്തിച്ചേരുന്നു. ഗ്രാഫിലെ വസ്തുവിന്റെ സ്ഥാനം, ചലനത്തിന്റെ സ്വഭാവം, ഈ 2 ടേബിളിന്റെ അണ്ടറിലാണ് നമ്മൾ കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നത്. എ മുതൽ ബി വരെ എന്ത് സംഭവിക്കുന്നു? എ മുതൽ ബി വരെ വെലോസിറ്റി കൂടുവാണ് അല്ലെ, 0ൽ നിന്ന് 3ലേക്ക് വെലോസിറ്റി കൂടുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവേഗം കൂടുന്നു. ബി മുതൽ സി വരെയോ? ബി മുതൽ സി വരെ നോക്കൂ, ഇവിടെ ബി മുതൽ സി വരെ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ, അതായത് 3 മീറ്റർ, 3 എന്ന വാല്യൂവിലാണ് വെലോസിറ്റി കിടക്കുന്നത്. അതൊരു സമപ്രവേഗമാണ്. ബി മുതൽ സി വരെ അത് സമപ്രവേഗമാണ്. ഇനിയോ സി മുതൽ ഡി വരെയോ? സി മുതൽ ഡി വരെ എന്താ സംഭവിക്കുന്നത്? ഇതിങ്ങനെ കുറയുവാണ്, പ്രവേഗം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു ഗ്രാഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം, ഇവിടെ പ്രവേഗം കൂടുന്നു, ഇവിടെ പ്രവേഗം കോൺസ്റ്റന്റ് ആണ്, ഇവിടെ പ്രവേഗം കുറയുന്നു. 0ൽ നിന്ന് 3ലെത്തുന്നു, 3ൽ തന്നെ തുടരുന്നു, പിന്നെ 3ൽ നിന്ന് 0ലേക്ക് പോകുന്നു. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഗ്രാഫിന്റെ മൊത്തം ഏരിയ എടുത്താൽ ഇത് സഞ്ചരിച്ച ദൂരം നമുക്ക് കിട്ടും. ഈ ഗ്രാഫിന്റെ ഏരിയ എടുക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ത്രികോണങ്ങളായിട്ട് ഇതിനെ നമുക്ക് വിഭജിക്കാൻ സാധിക്കും. അപ്പം ഇതിൻ്റെയും ഈ ത്രികോണത്തിൻ്റെയും ഈ റെക്റ്റാങ്കിളിൻ്റെയും കൂടെ ഏരിയ എടുത്താൽ മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിന്റെ പ്രവേഗം 5 മിനിറ്റ് കൊണ്ട് 72 km/h, അതായത് 20 m/s ആണെങ്കിൽ ത്വരണവും ആ സമയം കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ച ദൂരവും കണ്ടുപിടിക്കുക. അപ്പം നിശ്ചലാവസ്ഥയിൽ നിന്നും ഒരു ട്രെയിൻ പുറപ്പെടുവാണ്. അതിന്റെ പ്രവേഗം, അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 5 മിനിറ്റ് കൊണ്ട് 72 km/h ആയി മാറി, അതായത് 20 m/s. ഇവിടെ ഇവർ തന്നിട്ടില്ലെങ്കിൽ 72 × 5/18 ചെയ്യുക. 18ഉം 72ഉം കട്ട് ചെയ്യുമ്പോൾ 4, വെലോസിറ്റി എന്ന് പറയുന്നത് 20 m/s എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ത്വരണവും ആ സമയം കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ച ദൂരവും കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ u = 0 ആയിരിക്കും. ഇനി 5 മിനിറ്റ് ആണ്, 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പം 5 × 60 എത്രയാണ്? 300 സെക്കൻഡ് ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ത്വരണം കണ്ടുപിടിക്കുന്നത്? A = v - u / t. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 20 ആണ്. 20 - ഇനീഷ്യൽ വെലോസിറ്റി 0, ടൈം എന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ 20 × 300 എന്താ വരിക? ഇത് വെട്ടിപ്പോയി, 1/15 ആണ് ഇതിന്റെ ആക്സിലറേഷൻ വരിക. 1/15 m/s² ആണ് അതിന്റെ ത്വരണം നമുക്ക് കിട്ടുക. ഇതാ u0, t 5 മീറ്റർ, v എന്ന് പറയുന്നത് 20 m/s. A = v - u/t, v 20, u0, ടൈം 5 × 60, 15 m/s² ആണ് ആക്സിലറേഷൻ കിട്ടുക. ഇനി ആ ട്രെയിൻ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ദൂരം കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ S = ut + ½ at² എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. ½ at² എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ½ at². ഓക്കെ, ഇനി ut 0 ആണ്, കാരണം u 0 ആയതുകൊണ്ട് ut 0 ആണ്. മിച്ചം വരുന്നത് എന്താണ്? ½ × ആക്സിലറേഷൻ എത്രയാണ്? 1/15 × ടൈം എത്രയാണ്? ടൈം എന്ന് പറയുന്നത് 300 സെക്കൻഡ് ആണ്. അപ്പോൾ 300² എന്ന് നമുക്കിതിനെ എഴുതാം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 3000 മീറ്റർ എന്നാണ് കിട്ടുന്നത്. അതായത് ½ × 1/15 × 300 ഗുണിക്കണം 300. ഓക്കെ, അപ്പോൾ 15ഉം 30ഉം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. ഇവിടെ എന്തുണ്ട്? ഈ 2ഉം ഈ 20ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. 10 × 300 എന്ന് പറയുന്നത് 3000 മീറ്റർ ആണ്, അല്ലെങ്കിൽ 3 കിലോമീറ്റർ ആണ്. സോ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ A = v - u / t എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ആക്സിലറേഷൻ കണ്ടുപിടിച്ചു.
പിന്നീട് S ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ഡിസ്പ്ലേസ്മെന്റ് 3000 മീറ്റർ എന്ന് നമ്മൾ കണ്ടെത്തി. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്. 18 കിലോമീറ്റർ പെർ അവറിൽ നിന്ന് 5 സെക്കൻഡ് കൊണ്ട് 54 കിലോമീറ്റർ പെർ അവർ പ്രവേഗത്തിലെത്തിയ കാറിന്റെ ത്വരണവും സ്ഥാനാന്തരവും കണക്കാക്കുക. നിങ്ങളും എന്നോടൊപ്പം തന്നെ ചെയ്യണം. 18 കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കുന്ന എങ്ങനെയാ? 5/18 ചെയ്യുക. 18 കട്ട് ചെയ്യുന്നു. 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. ഇനിയോ 54 ആണെങ്കിലോ 54 ഇൻറ്റു 5/18. 18ഉം 15ഉം കട്ട് ചെയ്യും, 54ഉം കട്ട് ചെയ്യുമ്പോൾ 3 ആണ് 15 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഓൾറെഡി അവർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ചിലപ്പോൾ തരില്ല. അപ്പൊ ചെയ്യേണ്ടത് ഈ രീതിയിലാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ത്വരണവും സ്ഥാനാന്തരവും കണക്കാക്കുക. അപ്പൊ എത്ര സെക്കൻഡ് കൊണ്ടാണ്? 5 സെക്കൻഡ് കൊണ്ടാണ് അല്ലെ. അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v മൈനസ് u ബൈ ടി. അപ്പോൾ വെലോസിറ്റി 15 മൈനസ് 5 ഹരിക്കണം 5 അല്ലെ. 15 മൈനസ് 5 ഹരിക്കണം 5 ആണ്. ഓക്കെ, നമുക്ക് ഒന്നും കൂടി എഴുതാം. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v മൈനസ് u ഡിവൈഡഡ് ബൈ ടി, വിച്ച് ഈസ് ഈക്വൽ ടു 15 മൈനസ് 5 ഹരിക്കണം 5 സെക്കൻഡ് സമയമാണ്. അപ്പോൾ 10/5 സമം 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമുക്ക് ഇതിന്റെ ത്വരണം എന്ന് പറയുന്നത്. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമുക്ക് ത്വരണം. ഇനി സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ S ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അങ്ങനെ കണ്ടെത്തുവാണെങ്കിൽ u എത്രയാണ്? u എന്ന് പറയുന്നത് 5 ആണ്. ടൈം തന്നിട്ടുണ്ട് 5 സെക്കൻഡ് ആണ്. 5 ഇൻറ്റു 5 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നത് 2 ആണ്. ടൈം എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 സ്ക്വയർ ആണ്, അതായത് 5 ഇൻറ്റു 5 വിച്ച് ഈസ് ഈക്വൽ ടു 25 പ്ലസ് ഹാഫും 2ഉം കട്ടായി 5 ഇൻറ്റു 5 25 വിച്ച് ഈസ് ഈക്വൽ ടു 50 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. 50 മീറ്റർ എന്ന് കിട്ടും. ഇനി മറ്റൊരു രീതി നോക്കിയാലോ. v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്ന സമവാക്യം എടുക്കാം. ഇതിൽ നിന്നും 2as സമം v സ്ക്വയർ മൈനസ് u സ്ക്വയർ എന്ന് എഴുതാം. a സമം v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഹരിക്കണം 2a. ഇവിടെ v സ്ക്വയർ എന്ന് പറയുന്നത് 15 സ്ക്വയർ ആണ്. u സ്ക്വയർ എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇത് നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ 225 മൈനസ് 25 ഹരിക്കണം 4 എന്ന് നമുക്ക് വരും. ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുവാണ്, ഇതിനെ മുകളിലേക്ക് എഴുതുവാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, 225 മൈനസ് 25 എന്ന് പറയുന്നത് 200 ഹരിക്കണം 4 ആണ്. സമം എത്രയാണ്? 50 മീറ്റർ ആണ്. ഓക്കെ, 50 മീറ്റർ. അപ്പം v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as വെച്ച് ചെയ്താലും എന്ത് കിട്ടും? 50 മീറ്റർ എന്ന ഉത്തരത്തിലേക്ക് തന്നെ നമ്മൾ എത്തും. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ചുവടെ കൊടുത്ത ഗ്രാഫുകൾ ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. സമയവും പ്രവേഗവും തമ്മിലുള്ള ഗ്രാഫാണ്. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഇവിടെയും സമയവും പ്രവേഗവും. ഏത് ഗ്രാഫ് കിട്ടിയാലും നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസുമാണ്. ഇത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രവേഗമുള്ള ഒരു ഗ്രാഫാണ്. ഇവിടെയും സമയവും പ്രവേഗവും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇവിടെയും സമയവും പ്രവേഗവും ബേസ് ചെയ്ത ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതൊരു താഴോട്ടേക്കുള്ള ഒരു നെഗറ്റീവ് സ്ലോപ്പുള്ള ഒരു ലൈനാണ്. ഇത് ഒരു ഡിഫറെന്റ്, ഒരു വേരിയിങ് ആയിട്ടുള്ള ഒരു ലൈനാണ് ഇവിടെ തന്നിരിക്കുന്നത്. സമപ്രവേഗത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണ്? അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റിയെ സൂചിപ്പിക്കും. നോക്കൂ, സമപ്രവേഗം എന്ന് പറഞ്ഞാൽ ഈക്വൽ വെലോസിറ്റി അല്ലേ. അതായത് ഇവിടെ വെലോസിറ്റി 20 ആണ്. അത് ഗ്രാഫ് 2 ആണ്. സമപ്രവേഗത്തെ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ഗ്രാഫാണ്. അസമത്വരണത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണ്? അതായത് ആക്സിലറേഷൻ വ്യത്യാസമായത്. ഇവിടെ വെലോസിറ്റി എന്താണ്? യൂണിഫോം ആണ് അല്ലെ. അപ്പോൾ ആക്സിലറേഷൻ എന്താണ്? സെയിം ആയിരിക്കും. ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഇവിടെ വെലോസിറ്റി, ഇവിടെയും വെലോസിറ്റി യൂണിഫോം ആണ്. അപ്പോൾ ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഇവിടെ
വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ എന്താണ് ആക്സലറേഷൻ സമമല്ല, അസമമാണ്, അസമ ത്വരണമാണ്. അപ്പം 4ാമത്തെ ഗ്രാഫിലാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, നിർബാധം പതിക്കുന്ന കല്ലിന്റെ ചലനത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏത്? അതായത് ഒരു കല്ല് ഫ്രീ ഫോൾ ചെയ്യുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മളൊരു കല്ല് മുകളിൽ നിന്നും ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനിഷ്യലി 0 ആയിരിക്കും, ഗ്രൗണ്ടിൽ എത്തുമ്പോഴത്തേക്കും വെലോസിറ്റി കൂടി വരും. ഓക്കെ, അല്ലാതെ ഗ്രൗണ്ടിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആവുകയല്ല ചെയ്യുന്നത്. ആദ്യം ഡ്രോപ്പ് ചെയ്യുമ്പോൾ വെലോസിറ്റി 0 ആയിരിക്കും, താഴോട്ട് വരുന്നതോറും കൂടി വരും. അപ്പോൾ ഉറപ്പായിട്ടും ഗ്രാഫ് 3 ആയിരിക്കും നിർബാധം പതിക്കുന്ന കല്ലിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. കാരണം കല്ല് ഇനിഷ്യലി 0 വെലോസിറ്റിയിലാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക, ഇങ്ങനെ പിടിച്ച് താഴേക്കിടുക. താഴെ എത്തുമ്പോഴേക്കും v = √2gh എന്ന മാക്സിമം വെലോസിറ്റി അത് അറ്റൈൻ ചെയ്യും. ഗ്രൗണ്ടിൽ തട്ടി പിന്നെ അത് 0, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അത് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. സോ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച ചോദ്യങ്ങളൊന്ന് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ കണ്ടത്, നിശ്ചലാവസ്ഥയിൽ നിന്നും ഒരു കാർ സമത്വരണത്തോടെ സഞ്ചരിക്കുന്നു. ചലനം ആരംഭിച്ചുകൊണ്ട് 5 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ദൂരം എത്തിയെങ്കിൽ കാറിന്റെ ത്വരണം കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ത്വരണം കാണുന്നത് s = ut + ½ at² എന്ന ഇക്വേഷനിൽ നിന്നാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 100 മീറ്റർ എന്ന എസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എസ് നമുക്ക് തന്നിട്ടുണ്ട്. 100 മീറ്റർ എന്ന എസ് നമുക്കറിയാം. ആക്സലറേഷൻ അറിയില്ല. അതേപോലെ ടൈം നമുക്ക് 25 ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നും നമ്മൾ ആക്സലറേഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി അടുത്ത ചോദ്യം, നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനം ആരംഭിക്കുന്ന ഒരു വസ്തു 5 മീറ്റർ/സെക്കൻഡ്² ത്വരണത്തോടെ സഞ്ചരിക്കുന്നുവെങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോൾ വസ്തുവിന്റെ പ്രവേഗം. ഇപ്പൊ നിശ്ചലാവസ്ഥയിൽ നിന്നാണ്, ത്വരണവും തന്നിട്ടുണ്ട്. 3 സെക്കൻഡ് കഴിയുമ്പോൾ എത്രയാണ് പ്രവേഗം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ v = u + at കൊടുക്കുക. നിശ്ചലാവസ്ഥ ആയതുകൊണ്ട് 0 ആണ്. a എന്ന് പറയുന്നത് 5 ആണ്, ടൈം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 15 മീറ്റർ/സെക്കൻഡ് എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പം ഈ 2 ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിന് മുമ്പും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കറസ്പോണ്ടിങ് ആയ ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഓക്കെ, അപ്പം മെയിനായിട്ടും ഇതാണ് നമ്മൾ പ്രോബ്ലം സെക്ഷനിൽ നമ്മൾ പരിചയപ്പെട്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ വിലയിരുത്താം ചോദ്യങ്ങൾ നമുക്കൊന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. വസ്തുവിന്റെ ചലനം സമചലനമാണോ അസമചലനമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള ചലനമാണ് എടുക്കേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് കൂടി ഒന്ന് കുറയുന്ന ഒരു ട്രെൻഡ് ആയതുകൊണ്ട് അതൊരു അസമചലനമാണ് എന്ന് നമുക്ക് എഴുതാം. O മുതൽ A വരെ സമത്വരണമാണ്. കാരണം വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്, ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു സമത്വരണമാണ്, യൂണിഫോം ആക്സിലറേഷൻ ആണ് അവിടെ. A മുതൽ B വരെ അതൊരു നമ്മൾക്ക് സമമന്ദീകരണമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഈ ഗ്രാഫ് പരിശോധിച്ച് A മുതൽ B വരെ പ്രവേഗം കൂടുന്നതായിട്ടും B മുതൽ C വരെ പ്രവേഗം കോൺസ്റ്റന്റ് ആവുന്നതായിട്ടും C മുതൽ D വരെ പ്രവേഗം കുറയുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിന്റെ ഒരു ചോദ്യം, അതിന്റെ 5 മിനിറ്റ് കൊണ്ട് 20 മീറ്റർ/സെക്കൻഡിലേക്ക് അത് എത്തുന്നു എന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ട്രെയിൻ സഞ്ചരിച്ച ദൂരം കണക്കാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. s = ut + ½ at². നിശ്ചലാവസ്ഥയിലായതുകൊണ്ട് u 0 ആണ്. പിന്നെ ½ × a × t² ആണ്. നമുക്ക് 3000 മീറ്റർ എന്ന ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അതേപോലെ 5 മീറ്റർ/സെക്കൻഡിൽ നിന്ന് വേഗതയിൽ നിന്ന് 5 സെക്കൻഡ് കൊണ്ട് 15ലേക്ക് എത്തിയ കാറിന്റെ ത്വരണവും സ്ഥാനാന്തരം. ത്വരണം a = v - u/t വെച്ച് കണ്ടുപിടിക്കുന്നു. സ്ഥാനാന്തരം s = ut + ½ at² വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 50 കിട്ടും. അതേപോലെ തന്നെ v² = u² + 2as എന്ന ഇക്വേഷൻ വെച്ച് ചെയ്താലും 50 മീറ്റർ എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ചുവടെ കുറച്ച് ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫുകളിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളുണ്ട്. സമപ്രവേഗത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണ് എന്ന് ചോദിച്ചിരുന്നു. അത് ഗ്രാഫ് 2 ആണ്. യൂണിഫോം സമ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, അത് 2 ആണ്. അസമ ത്വരണത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് 4ാമത്തെ ഗ്രാഫാണ്. നിർബാധം പതിക്കുന്ന കല്ലിന്റെ ചലനത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഇതാണ്. അങ്ങനെയാണ് അവയുടെ ഉത്തരങ്ങൾ. സോ ഇത്രയും കാര്യങ്ങളാണ് ചലന സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്ത് നിന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനകത്തെ ഇക്വേഷൻസും
അതേപോലെ പ്രോബ്ലംസ് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇവിടുന്ന് എന്ത് ചോദ്യം വന്നാലും, എങ്ങനെയൊക്കെ വളച്ചും തിരിച്ചും ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ 3 ഇക്വേഷൻസ് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ടാവട്ടെ. v is equal to u plus at, s is equal to ut plus half at square, v square is equal to u square plus 2as. അതേപോലെ തന്നെ ആക്സിലറേഷൻ is equal to v minus u divided by t. ഈ 4 ഇക്വേഷൻസും നിങ്ങൾ കൃത്യമായി ഓർത്തിരുന്നാൽ ഇവിടെ നിന്നും വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ചിലപ്പോൾ ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം എന്ന് ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ സൈഡിൽ എഴുതി ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്, ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ഈ ഇക്വേഷനുമായിട്ടൊന്ന് തട്ടിച്ച് കണക്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങളെല്ലാവരും വളരെ നന്നായി തന്നെ പരിശ്രമിച്ച് പഠിക്കുന്നുണ്ട് എന്നറിയാം. ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ സ്വപ്നം എത്രയും വേഗം സാക്ഷാത്കരിക്കട്ടെ. നിങ്ങൾക്ക് പഠനത്തിൽ പലവിധ പ്രതിസന്ധികൾ ഉണ്ടാവും. ചിലപ്പം മറ്റ് ജോലിഭാര നിമിത്തം വേണ്ടത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം അനുവദിക്കുന്നുണ്ടാവില്ല. എങ്കിലും നിങ്ങളെ കൊണ്ടാവുന്ന വിധം നിങ്ങൾ നന്നായി പരിശ്രമിക്കുക. യാത്ര ചെയ്യുമ്പോഴും അതേപോലെ മറ്റ് അവസരത്തിലും നിങ്ങൾക്ക് എപ്പോഴൊക്കെ ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റുമോ ഇയർഫോണും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ ക്ലാസ് കേൾക്കുക. നിങ്ങൾ പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ജോലിക്ക് വേണ്ടിയുള്ള പ്രയത്നം, നമുക്ക് വേണ്ടി കഷ്ടപ്പെടാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. വിജയിക്കുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. ആ ഒറ്റപ്പെടൽ തരണം ചെയ്യാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ഇച്ഛാശക്തിയിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ വിജയം, ജോലി എന്ന ആ ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും ഒരു ദിവസം വിജയത്തിന്റെ പൊൻതൂവൽ നിങ്ങൾ നേടിയിരിക്കും. വിജയത്തിന്റെ കിരീടം നിങ്ങൾ അണിഞ്ഞിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആത്മാർത്ഥതയോടുകൂടി പഠിക്കുക. എല്ലാവർക്കും നിങ്ങൾക്ക് ആഗ്രഹിച്ച ഗവൺമെന്റ് ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇനി മറ്റൊരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് താങ്ക് യു.